ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറേ കഴിഞ്ഞിട്ടാട്ടോ വീഡിയോ ഇടുന്നത്. ഒരുപാട് എന്താ പറയുക, കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോസ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോസ് തുടങ്ങിയാലോ. അപ്പോൾ ഇതട്ടോ നമ്മൾ മുകളിൽ ബെഡ്റൂമിൽ നമ്മളിപ്പോൾ അയച്ചിട്ട കുറേ തുണിയുണ്ട്, അതൊക്കെ എടുത്തൊന്ന് താഴെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് എടുക്കുന്നത് എന്താ പറയുക, നമ്മളെ ബറാത്ത് രാവിനാട്ടോ. അപ്പോൾ അന്നും കൂടിയിട്ട് നമുക്ക് നോമ്പുണ്ടായിരുന്നു കേട്ടോ. 2 നോമ്പാണല്ലോ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ നോമ്പിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ എന്താ പറയുക ഒന്ന് കൊട്ടി വിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നോമ്പായിട്ടിട്ടോ നമ്മൾ ഒരുവിധം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം തുടങ്ങിയത് മോളിൽ നിന്നാട്ടോ. എന്താ വെച്ചാൽ മോളിൽ നിന്ന് താഴേക്ക് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പകുതി എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്, ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, അപ്പം ഞാൻ കുറേ ദിവസങ്ങളായിട്ടോ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്തിട്ട്. ഞാൻ നാട്ടിൽ പോയ സമയത്തുള്ള ഒരു വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പൂനെയിലേക്ക് തിരിച്ച് വന്നിട്ടോ. അപ്പോൾ തിരിച്ച് വന്ന് നോക്കുമ്പോൾ കുറച്ച് ബിസി തിരക്ക് അങ്ങനെയെല്ലാം ആയിട്ട് കാരണമാണ് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാത്തത്, ചാനലിലൊന്നും വീഡിയോസ് ഇടാണ്ടായത് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോസ് എന്താ പറയുക 2 ദിവസം വിട്ടിട്ട് അങ്ങനെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. അപ്പോൾ മുകളിൽ എന്താ പറയുക എല്ലാവരതും വേറെ വേറെ ആക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നതാണ്, അതും കൂടി ഒന്ന് മടക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത്, നല്ല ചൂടുണ്ട്. ഇനി ആ ചൂടങ്ങോട്ട് കൂടുകയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം മോൻ്റെ കൂടി ബെഡൊന്ന് റെഡിയാക്കി ഇട്ടെ, എന്നാൽ പിന്നെ നമുക്ക് മോളിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടോ. മോളത് പിന്നെ ഓള് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെയും കൂടി ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങ് വന്നതാട്ടോ. അപ്പോൾ ഇന്ന് ബറാത്ത് രാവായ കാരണം എന്തെങ്കിലും ഒരു പായസം കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് പായസം കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പരിപ്പും കൂടിയിട്ട് കഴുകിയിട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ 2ാം പാല് ഞാൻ ഒഴിച്ചിട്ടാണ് കേട്ടോ കുക്കറിൽ അടിക്കാൻ പോകുന്നത്. പിന്നെ ആദ്യത്തെ പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ 2ാം പാലും കൂടി വീഴ്ത്തിയിട്ട് നമുക്ക് ഇനി കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് പരിപ്പും പിന്നെ തേങ്ങാപ്പാൽ വീഴ്ത്തിയതെല്ലാം വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുക്കർ മൂടി വെച്ചിട്ട് ഇനി നമുക്കൊരു 3 വിസിൽ വരുന്ന വരെ നമുക്ക് എന്താ പറയുക വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടിയിട്ടൊന്ന് നന്നായിട്ട് പിന്നെ എന്താ പറയുക എല്ലാം ഒഴിച്ച് അതിനെ മധുരമൊക്കെ ഒന്ന് റെഡിയാക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക നല്ലോണം പിന്നെ പരിപ്പെല്ലാം നല്ലോണം ഉടച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ എന്താ പറയുക എല്ലാം റെഡിയായപ്പോൾ ഞാൻ ഒരു ചെമ്പിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് ആഴ്ചയിൽ പരിപ്പ് പായസം വെക്കുമ്പം അധികം കട്ടി ഉണ്ടാവാൻ പാടില്ല കേട്ടോ, എനിക്കിഷ്ടമില്ല. അപ്പം ഞാൻ എന്താ പറയുക ഇതെല്ലാം കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ കേട്ടോ വെച്ചത്. അപ്പം ഞാൻ മധുരം എനിക്ക് നോമ്പായ കാരണം നോക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ഉമ്മയുണ്ട് കേട്ടോ, എന്നിട്ട് എൻ്റെ ഉമ്മയുണ്ട്. അപ്പോൾ അമ്മാനോട് പറയായിരുന്നു നിങ്ങളിത് നോക്ക്. പിന്നെ അപ്പോൾ അതിലേക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, മധുരവും കുറവുണ്ടായിരുന്നു, അതും കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തിളപ്പിക്കാം കേട്ടോ. തിളപ്പിച്ചിട്ട് നമുക്ക് 1ാം പാലും കൂടി അപ്പോൾ ഞാനിതിലേക്ക് 1ാം പാലും കൂടി വീഴ്ത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഏലക്കായും അതുപോലെ കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ടൊന്ന് നമുക്ക് വറുത്തിടാം കേട്ടോ. അപ്പോൾ ഇതട്ടോ ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് നെയ്യിൽ വറുത്തിയിട്ട് എന്താ പറയുക വാട്ടിയിടണേ.
പൊരിച്ചിടാം. അപ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് നല്ലോണം ബ്രൗൺ നിറമായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി വെച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ തന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇനി പായസമൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിഞ്ഞിട്ട് വേണം കേട്ടോ. എനിക്കിനി നോമ്പുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഇനി ഒരു ജ്യൂസും കൂടി അടിക്കണം. അപ്പോൾ തന്നെ ഒരു ഉള്ളി ബജിയും കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്കിനി എന്താ പറയുക, ഉള്ളി ബജീൻ്റെയും അതുപോലെ തന്നെ ജ്യൂസും കൂടി ഉണ്ടാക്കണം. എന്താ വെച്ചാൽ ബാങ്ക് കൊടുക്കാനൊക്കെ നേരം ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം നേരത്താണ് ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിട്ടോ നമ്മൾ ഉള്ളിവടക്ക് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ കറിവേപ്പില, പുതിന, അതുപോലെ ഉപ്പെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് നല്ലോണം ഞമ്മടി എടുക്കണം കേട്ടോ. കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒരു ലേശം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കൂട്ടെല്ലാം റെഡിയാക്കിയിട്ട് അവിടെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഒരു പണിയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇരിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചധികം കൂടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിതാ പൊടിയെന്ന് പറഞ്ഞാൽ കുറച്ച് കടലപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക, നമ്മളെ മൈദപ്പൊടിയും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഒന്ന് മൂടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി ബജി പൊരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചെല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും കൂടി ഒന്ന് പൊരിച്ച് അങ്ങ് കോരിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ബാങ്കെല്ലാം കൊടുക്കാനായിക്കും. ഇനി എനിക്ക് ഒരു ജ്യൂസും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എന്താ പറയുക, ജ്യൂസും കൂടി ഉണ്ടാക്കട്ടെ. അപ്പോൾ ഉമ്മയാണ് കേട്ടോ അത് ബജി ഉണ്ടാക്കുന്നത്. ഉമ്മ ഞാൻ കുറച്ച് പണിയുള്ള കാരണം ഉമ്മയാണ് അത് ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ ഇനി ജ്യൂസും കൂടി ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ പൈനാപ്പിളാണ് അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൈനാപ്പിൾ അരിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളെ ജ്യൂസ് അടിക്കാൻ ഞാൻ 2 മിക്സി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. എന്താ വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ മിക്സി കേട്ടോ. പക്ഷെ നല്ല അടിപൊളി മിക്സിയാണ്. അതിൻ്റെ ബട്ടന് മാത്രമുള്ളൊരു പ്രശ്നം, അവിടുന്ന് നമ്മൾ സ്വിച്ച് ഇട്ടിട്ട് വേണം കേട്ടോ അടിക്കാൻ. അപ്പോൾ എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റുന്നേ ഇല്ല. അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ ഈ മിക്സിയിലും ബാക്കി കാര്യങ്ങളൊക്കെ മറ്റേ മിക്സിയിലും കൂടിയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ജ്യൂസും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ടേബിൾ നമുക്ക് കൊണ്ട് വെക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വീഡിയോസ് അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണ്ട് വെച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്താ പറയുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോസായിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ ഇനി ജ്യൂസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ടേബിളിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇതാണ് നമ്മൾ എല്ലാ വിഭവങ്ങളും ഞാൻ ടേബിളുമാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.